നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ പരസ്പരം ചെളി വാരിത്തേക്കുന്ന വീഡിയോകളുമായി പോരടിക്കുകയാണ് ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികളായ സജ്നയും ഫിറോസ് ഖാനും. ഇരുവരും പിരിഞ്ഞതിന് പിന്നാലെ ഫിറോസ് ഖാൻ സജ്നയ്ക്കെതിരെ ചില ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ പേരുമായി കൂട്ടിക്കെട്ടിയായിരുന്നു ഫിറോസിന്റെ ആരോപണങ്ങൾ. ഇതിന് ബദലായി ഫിറോസ് ഖാനെതിരെ ശാരീരികവും സാമ്പത്തികവും ലൈംഗികവുമായ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് സജ്ന രംഗത്ത് വന്നു. ഫിറോസ് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള വ്യക്തിയാണെന്നും തനിക്കും മക്കൾക്കും അയാളിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും സജ്ന ആരോപിക്കുന്നു. സജ്നയുടെ വാക്കുകൾ ഇങ്ങനെ: അവരും, അതായത് ആദ്യ ഭാര്യയും പേടിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ അനുഭവിക്കുന്ന അതേ പീഡനമാണ് അവരും അനുഭവിച്ചത്. ആ കുഞ്ഞിന് 17 വയസ്സായി. ഒരു തരി സ്വർണം പോകട്ടെ, ഒരു മിഠായി പോലും മേടിച്ചിട്ടില്ല. ഇവരും പറയുന്നത് അവരെ വിവാഹമോചനം ചെയ്തിട്ടില്ലെന്നാണ്. അപ്പോൾ എൻ്റെ വിവാഹവും നിയമവിരുദ്ധമാണ്. ഇവർ ഇത്രയും ദ്രോഹം ചെയ്തതുപോലെ. പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം എനിക്കുള്ള 5 സെന്റ് സ്ഥലവും വീടുമാണ്. ആ വസ്തു അവൻ്റെ പേരിലോട്ട് എഴുതി കൊടുത്താൽ എനിക്ക് വിവാഹമോചനം തരാമെന്നാണ് പറയുന്നത്. അത് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാൻ തരാൻ പറ്റില്ല. ആ വീടിപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. എൻ്റെ പേരിൽ ആ വീടിന് 15 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അത് ലാപ്സായി കിടക്കുകയാണ്. കൂടാതെ ഒരു ക്രെഡിറ്റ് കാർഡ് എൻ്റെ തലയിലാക്കി. അവന് ഞാൻ ഗിഫ്റ്റായി കൊടുത്ത ബുള്ളറ്റിൻ്റെ തിരിച്ചടവും എൻ്റെ തലയിലായി. എൻ്റെ സിബിൽ സ്കോർ പോയി. ഇപ്പോൾ എനിക്ക് ഒരു പേഴ്സണൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ ഉരുക്കിയിട്ടിരിക്കുകയാണ്. ഇത്രയും കാലം ഞാൻ സഹിച്ച് ഇവിടെ വരെ എത്തി. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചതാണ്. എൻ്റെ 2 കുഞ്ഞുങ്ങളെ നോക്കേണ്ടത് ഞാനാണ്. എൻ്റെ മോൻ ഇന്നലെ ഇവനെ വിളിച്ച് പറഞ്ഞു, പപ്പ ഉമ്മയുടെ ഇങ്ങനെയുള്ള വീഡിയോകളൊന്നും ഇടല്ലേ. ഉമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പപ്പയുടെ മിണ്ടില്ല. പപ്പയെ സപ്പോർട്ട് ചെയ്യല്ലേ വീഡിയോ ഇട്ടത് എന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോനെ എല്ലാവരും കൂടി കളിയാക്കുകയാണ്. എന്നിട്ടും ഇവൻ വീണ്ടും ഈ ആക്ഷൻ വീഡിയോ കാണിക്കുന്നു. അതാർക്കും കാണിക്കാൻ ഫിറോസ് ഖാനെ. എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിന് മുന്നിൽ പോകില്ലായിരുന്നു. ഇയാളുടെ ആദ്യ ഭാര്യയും അയാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് മീഡിയയിൽ വന്ന് സംസാരിക്കാൻ പേടിയാണ്. കാരണം അവരുടെ ഫാമിലി അത്രയും റെപ്യൂട്ടഡ് ആണ്. 150 പവനിലധികം അവർക്ക് നഷ്ടമായിട്ടും അവർ സഹിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കിടന്ന് പീഡനം അനുഭവിക്കുകയാണ്. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും മോശക്കാരികൾ, വേശ്യകൾ, തെണ്ടികൾ. പക്ഷേ ഈ ഞങ്ങൾ തന്നെയല്ലേ കഷ്ടപ്പെട്ട് 2 കുഞ്ഞുങ്ങളെ നോക്കുന്നത്. സഹികെട്ടാണ് ഇതൊക്കെ പറഞ്ഞു പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ആരൊക്കെ വന്നാലും ഇവൻ എന്താണ് പ്രശ്നം? ഇവൻ കാണിച്ചു കൂടുന്ന പോക്രിത്തരങ്ങൾ വേറെ. എനിക്ക് ഒരാൾ ഒരു വിവരം തന്നിട്ടുണ്ട്. അത് ഞാൻ തിരക്കി. അതൊരു മൈനർ കേസാണ്. സ്വന്തം മകളുടെ പ്രായമുള്ള 17 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഹോട്ടലിൽ കൊണ്ടുപോയി ഇവൻ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചാണ് ആ കുഞ്ഞിനെ ചതിച്ചത്. ആ കുഞ്ഞിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിട്ടില്ലേ, എനിക്ക് കല്യാണം കഴിക്കാനുള്ളതാണെന്ന്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഫിറോസിൻ്റെ മകളെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്. അതുപോലെ ഈ കുട്ടിയും മകളായി തന്നെയാണ് കാണുന്നത്. അതേ പ്രായമുള്ള കുട്ടി എന്നോട് അപേക്ഷിക്കുകയാണ്. പക്ഷേ നിയമപരമായി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ഇവൻ്റെ ഈ സ്വഭാവം ലോകം അറിയണം. എനിക്കും കുഞ്ഞിനും ഇനി നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിൻ്റെ കൂടെ ബംഗളൂരുവിൽ ലഹരി ഉപയോഗിച്ച് ഹോട്ടൽ റൂം എടുത്ത് അർമാദിച്ച കാര്യമുണ്ട്. ഞാൻ ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളിക്കാരി മാപ്പ് പറയുന്നില്ലെങ്കിൽ ആ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ആരാണെന്ന് ഞാൻ വെളിപ്പെടുത്തും. മറ്റൊരു ആയുർവേദ ഡോക്ടറെ വിവാഹം ചെയ്യാമെന്ന് പറഞ്ഞ് ശാരീരികമായി ഉപയോഗിച്ച ശേഷം ചതിച്ച കാര്യവുമുണ്ട്. ഷിയാസ് കരീമിൻ്റെ കേസിൽ വന്ന ഒരു പെൺകുട്ടിയുമായി ഇയാൾക്ക് അഫെയർ ഉണ്ടായിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളുമായി ഇയാൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാറി നിന്നിട്ടും അയാൾ വിവാഹമോചനം തരുന്നില്ല. നിയമപരമായല്ല എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഇനി നിയമപരമായി നടക്കട്ടെ. ഇയാൾ പലരെയും വിളിച്ച് പൈസയ്ക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഒരു മീഡിയക്കാരനും ഇയാളോടൊപ്പമുണ്ട്. ഇതെല്ലാം 6 മാസം മുൻപേ പ്ലാൻ ചെയ്തതാണ്. ഇവരുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കി ഇതൊക്കെ ചെയ്യണമെന്ന് ഒരു സുഹൃത്ത് തന്നെയാണ് തെളിവ് സഹിതം ഇതെല്ലാം പറഞ്ഞു തന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. നിന്നെ വെട്ടിക്കൊല്ലുമെന്ന് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എനിക്ക് ജീവിക്കണം. വേണ്ട എന്ന് വെച്ചിട്ടും ഫിറോസ് ഖാൻ തന്നെയാണ് ഇതെല്ലാം പറയിപ്പിച്ചത്. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഇത്രയും വൈറലായത് ഒരുപക്ഷെ എല്ലാത്തിൻ്റെയും അവസാനമാകട്ടെ. എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്നുമാണ് സജ്ന വീഡിയോയിൽ പറയുന്നത്.